ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാനവാസ് ഉണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട് അനുമോൾ ഉണ്ട്, രേണു ഉണ്ട്, ശരത് ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണാനുള്ള എനിക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ കാണാറുണ്ട് എപ്പിസോഡ്സ്. വോട്ടിംഗ് ഞാൻ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം ഇപ്പൊ എനിക്ക് തോന്നി അവരൊന്നും അങ്ങനെ ഇപ്പൊ ഒന്നും ഔട്ട് ആവുന്ന ആൾക്കാരല്ല. കോൺഫിഡന്റ് ആണ് ഷാനവാസ്, അനു, രേണു, ശരത്തേട്ടൻ, എല്ലാവരിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വോട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഇനി അതിന്റെ ഒരു ഘട്ടമാകുമ്പോ തുടങ്ങാം. ഇതുവരെയുള്ള ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് ആര് കപ്പടിക്കാൻ തോന്നുന്നു? അങ്ങനെയുള്ളത് അത് നമുക്ക് പറയാറായിട്ടില്ലല്ലോ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 20-25 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ഗെയിം പ്ലാൻസ് ഒക്കെ എല്ലാവരും ഇതാക്കുള്ളൂ. ഇപ്പൊ നോർമൽ ഒരു രീതിയിലല്ല പോണേ. ഇപ്പൊ അങ്ങനെ ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. നിലവിൽ എല്ലാവരും പറയുന്നത് അനീഷിന്റെ ഗെയിം ഭയങ്കരമായിട്ട് അങ്ങനെയാണോ പറയണത്? അങ്ങനെ അത് അനീഷ്, അദ്ദേഹത്തെ പിന്നെ നമുക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് എങ്ങനെയാണ് ക്യാരക്ടർ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ ആള് ചെയ്യുന്നത് മേ ബി അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം. അത് നന്നായിട്ട് വർക്ക് ആയാൽ ചിലപ്പോൾ അദ്ദേഹം കപ്പടിക്കുമായിരിക്കും. ഇഷ്ടപ്പെടാറുണ്ടോ ബിഗ് ബോസ്? അനീഷിന്റെ ഗെയിം അതാ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി, ഇഷ്ടപ്പെടാതെ അങ്ങനെ ആയിട്ടില്ല. ഇപ്പൊ തുടങ്ങിയില്ലുള്ളൂ. ഈ ഷാനവാസ് നായകനായിട്ടോട് അഭിനയിച്ചാണോ ശാസ്ത്രീയോടൊപ്പം? അല്ല, ബിഗ് ബോസിൽ അതാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഷാനവാസ് നന്നായി കാരണം ഷാനവാസ് കുറച്ച് അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആളാണ്. തർക്കിക്കേണ്ട അടുത്ത് നന്നായി തർക്കിക്കും, നന്നായിട്ട് ഗെയിം സ്പിരിറ്റ് അത് എടുക്കുന്ന ആളാണ്. അത്യാവശ്യം കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അപ്പം എനിക്ക് തോന്നി ഡാൻസ്, പാട്ട് അറിയില്ല, ഡാൻസ്. അപ്പം മൊത്തത്തിലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഷാനു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളികളിലെ രുദ്രനിലൂടെയാണ് ഷാനവാസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബിഗ് ബോസിലേക്ക് വന്നപ്പോ ആ ഷാനവാസ് അല്ലത്. അത് ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കില്ലല്ലോ. രുദ്രൻ, ഇന്ദ്രൻ, അല്ലെങ്കിൽ അതൊക്കെ ക്യാരക്ടേഴ്സ് അല്ലേ. അതൊരു എഴുത്തുകാരന്റെയും ഡയറക്ടറിന്റെയും നമ്മൾ പെർഫോം ചെയ്യുന്നതാണ്. പക്ഷെ റിയൽ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കില്ലല്ലോ. തീർച്ചയായിട്ടും ഷാനവാസ് രുദ്രനും അല്ല, ഇന്ദ്രനും അല്ല. ഷാനവാസ് വേറെ ഒരാൾ തന്നെയാണ്. അത് ബിഗ് ബോസിൽ കാണാൻ പറ്റട്ടെ ആളുകൾക്ക്. നന്നായി പോണു, ഓണാഘോഷങ്ങൾ നന്നായി പോണു. പിന്നെന്താ പ്രത്യേകിച്ച് അതൊന്നും ആയിട്ടില്ല. അത്രയ്ക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ടില്ല. ബഡ്ജറ്റോ? ഇല്ല, അങ്ങനെയും ഇല്ല. എത്ര രൂപയ്ക്ക് ഡ്രസ് മേടിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്? അങ്ങനെ പ്ലാൻഡ് ഒന്നുമില്ല. നമ്മളിപ്പോ ഇതുപോലൊരു ഷോപ്പിൽ കയറുമ്പോൾ എല്ലാവർക്കും, ഫാമിലിക്ക് എല്ലാവർക്കും എടുക്കും. അതിനങ്ങനെ വലിയ ബഡ്ജറ്റ് പ്ലാനിങ് ഒന്നുമില്ല. ചുമ്മാ പോകുമ്പോ എടുക്കും, അത്ര. ഇത് മഹാറാണിയുടെയാണോ? ഇത് മഹാറാണിയുടെ. ഇതിപ്പോ അവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു, അവരുടെ ഓണക്കോടിയായിട്ട് തന്നു. അപ്പൊ അത് എടുത്തുകൊണ്ട് അവരുടെ മഹാറാണിയിൽ എത്തിയിരിക്കുന്നു. പിന്നെ മഹാറാണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ഹാപ്പിയാണ്. കറുപ്പ്, അതായത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് സൂര്യ സാറിന്റെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ് ഫൺ സിനിമ തന്നെയായിരിക്കും. കുറേ വിഷ്വലി ഭയങ്കര ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും. ഞാനും അതിലൊരു ഭാഗമാണ്. വെയിറ്റിംഗ് ആണ്. ഞാനും വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ ഞാനും കാത്തിരിക്കുകയാണ്. അർജുൻ ബാലാജി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സൂര്യ സാറിലേക്ക് കൺവേർട്ട്, കാരണം ഈ ടീച്ചർ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മാസ് പരിവേഷത്തിലുള്ള സൂര്യനാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണോ സെറ്റിലും ഉണ്ടായിരുന്നത്? അതെ, അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു എന്താ ഒരു ഓറ ഉണ്ടല്ലോ, ഒരു സ്റ്റാറിന്റെ ഒരു ഓറ. അപ്പം സൂര്യ സാറ് ആ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ കുറേ ഗിമിക്സും കാര്യങ്ങളും, ഒരു ഫാന്റസി ഫൺ മാസ് മൂവി ആയിരിക്കും കറുപ്പ്. ഇന്ദ്രൻ സാറിന്റെ കോമ്പിനേഷൻസ് ഒക്കെ ഇന്ദ്രൻ സാറിന്റെ കൂടെ ഉണ്ട്, അനഘയുടെ കൂടെ ഉണ്ട്. പിന്നെ മലയാളിയായിട്ട് ശിവതയും ഞാനും, ഞങ്ങളുടെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. 4 ആൾക്കാരാണ് മലയാളി. ശിവതയുണ്ട്, ഞാനുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ, അനഘ. ഇത്രയും പേരാണ് മലയാളികളായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ മലയാളിയാണ്, അരുൺ ചേട്ടൻ. അപ്പോൾ മൊത്തത്തിൽ അതൊരു മലയാള സെറ്റ് പോലൊക്കെ തന്നെയായിരുന്നു. പ്രൊമോഷന് കൊച്ചിക്ക് വന്നാലും വരും സൂര്യ? പ്രൊമോഷന് കൊച്ചിക്ക് വരും തീർച്ചയായിട്ടും. അദ്ദേഹം ഇതിന് മുമ്പത്തെ സിനിമയിലൊക്കെ വന്നിരുന്നല്ലോ. അപ്പം വരുമായിരിക്കും എന്തായാലും. പ്രോപ്പർ പ്രൊമോഷൻസ് നടക്കുമ്പോൾ കൊച്ചി, ഹൈദരാബാദ് എല്ലായിടത്തും പോവായിരിക്കും. ഞാനാ അനിയത്തി അല്ല, എന്തായാലും ചേച്ചിയും അല്ല, അമ്മയും അല്ല. വേറൊരു ഇതാണ്, വേറൊരു ക്യാരക്ടർ. പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഈ കാറ്റഗറി അല്ല, ചേച്ചി, അനിയത്തിയും അമ്മയും അല്ല, വൈഫും അല്ല. അത്രയ്ക്ക് ആയിട്ടില്ല, കുടുംബമായിട്ടൊന്നുമില്ല, വൈഫായിട്ടില്ല. വില്ലന്റെ ഫാമിലിയിലും ആരുമല്ല. എന്താ വില്ലൻ ഫാമിലി അങ്ങനെയൊന്നും അല്ല. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് പറയാനായിട്ട് ഇല്ല. തൃശ്ശയാണ് ഹീറോയിൻ. കൂട്ടുകാരി അല്ല.
ഇത്രയേ ഉള്ളൂ, ഇനിയൊന്നുമില്ല. തൃശ്ശയുടെ കൂട്ടുകാരി അല്ല. കൂട്ടുകാരല്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇല്ല, അത് എനിക്ക് തന്നെ ഞാനിപ്പോ ആലോചിക്കുകയാണ്, ഞാൻ നിങ്ങളോട് എങ്ങനെ ഇതിങ്ങനെ ഒരു ഇതിൽ തൊടാതെ എങ്ങനെ പറയുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ് നിറഞ്ഞ ക്യാരക്ടറും അങ്ങനെയുമല്ല, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഇപ്പം എന്റെ ലബ്ബർ പന്ത് സിനിമയിൽ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ക്യാരക്ടർ ആയിരുന്നല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഒരു പെർഫോമൻസിന് സ്പേസ് ഇല്ല. പക്ഷെ ഞാൻ അതിൽ ചെയ്യാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. ജ്യോതികനായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് സൂര്യ സാർ. അഫ്കോഴ്സ് സെറ്റിലുണ്ടാവും. ഞാൻ ജ്യോതികയുടെ അവര് വന്നിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തു. എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടൊരു ചെറിയ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചു. മലയാള സിനിമയെ കുറിച്ചിട്ടൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കൊക്കെ നടന്നു. അങ്ങനെ നല്ലൊരു മൊമെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആർട്ടിസ്റ്റുകൾക്ക് കിട്ടി.